ഹലോ ഫ്ലോക്സ്, വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഫ്രം മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്വീറ്റ് കോൺ റെസിപ്പി ആയിട്ടാണ്. അപ്പം കോൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ഒരു ഹെൽത്തി ബെനിഫിറ്റുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് നമുക്ക് പല വിധത്തിൽ കഴിക്കാം. അതും അല്ലെങ്കിൽ നമ്മൾ സിനിമ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ പോപ്കോൺ ആയിട്ട് വരെ കഴിക്കാറുണ്ട് അല്ലേ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. കുഞ്ഞു പിള്ളേരൊക്കെ ആണെങ്കിൽ പെറുക്കി അങ്ങ് കഴിച്ചോളും. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് കിടന്നാലോ. അത് കണ്ടു ഒരു കുഞ്ഞു കൈ, അതെന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന കൈയാണ് കേട്ടോ, കുഞ്ഞാമ്പിയുടെ കൈയാണ്. ഓക്കെ, സോ നമ്മുടെ കാര്യത്തിലോട്ട് വരാം. കോൺ എടുക്കുക, അതിൻ്റെ ആ തൊലിയൊക്കെ ഒന്ന് പൊളിച്ച്, അതിൻ്റെ ആ തൊലികൾ ഒന്ന് പൊളിച്ചെടുക്കുക. ഇതിന് കുറച്ചൊരു സമയം വേണം കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് സമയം കിട്ടുന്ന സമയത്ത് ഞാൻ ഇതൊന്നങ്ങ് പൊളിച്ച് അത് അടത്തി അവിടെ ഫ്രിഡ്ജിനകത്തോട്ട് വെക്കും. അപ്പോൾ പിന്നെ പെട്ടെന്ന് ആവശ്യത്തിന് നമുക്ക് എടുത്തുണ്ടാക്കാവുന്നതേ ഉള്ളൂ. അത് പൊളിച്ച് കഴിയുമ്പോൾ ഒരു മുടി പോലത്തെ ഒരു സംഭവമുണ്ട്, അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് വേറെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ തണ്ടേന്ന് നമുക്ക് അത് ഒന്ന് അടത്തിയെടുക്കുക എന്നാണ് അടുത്ത പരിപാടി. അപ്പോൾ അത് അടത്തിയെടുക്കുക. കുഞ്ഞാപ്പി ഓരോന്നോരോന്നൊക്കെ ഇടുന്നുണ്ട് കേട്ടോ, അതിന് കിട്ടുന്നില്ല, കുഞ്ഞു കൈ കൊണ്ട് പറ്റുന്നില്ല എന്ന് തോന്നുന്നു. ഓക്കെ, സോ നമ്മൾ അവിടെ അടത്തിയെടുക്കാനായിട്ട് കുറച്ചൊരു പണിയുണ്ട്. ഓക്കെ, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല, ആ ഒരു പണി മാത്രമേ ഞാൻ ഇതിനകത്ത് വലിയൊരു ഇതായിട്ട് കാണുന്നുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്നാക്കാവുന്ന പരിപാടിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഇതൊന്ന് അടത്തിയെടുക്കാം. ഞാൻ ഇങ്ങനെ അടത്തി ഒരു ലെയർ ഒരു റോ അങ്ങോട്ട് നമ്മൾ അടത്തി ഇങ്ങെടുക്കും. പിന്നെ മറ്റേതൊക്കെ പെട്ടെന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താലും എളുപ്പമാണ് കേട്ടോ. ഒരെണ്ണം ഞാൻ ഇങ്ങ് ഫുള്ളായിട്ട് എടുക്കും, 1-2 ഫുള്ളായിട്ട് എടുത്ത് കഴിയുമ്പോൾ മറ്റേത് പെട്ടെന്ന് നമുക്ക് അടത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ ഒരു കാര്യം മറക്കണ്ട, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ ഇതുപോലെയുള്ള ഇഷ്ടംപോലെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. അപ്പം നമ്മളിവിടെ അടത്തിയെടുത്ത് വന്നിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് കിട്ടിയത്. ഇനി വേറെ ഒന്നും നോക്കാനില്ല. നമ്മൾ ഇത് തീയിലോട്ട് വെക്കുന്നു, വെള്ളം ഒഴിക്കുന്നു, വേവിക്കാനായിട്ട് ഒരു 2 മിനിറ്റ് മതി. പിന്നെ അധികം മൂക്കാത്ത കോണൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ, അത് നോക്കണം. അപ്പം അതിനകത്ത് ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടോ എന്ന്. പിന്നെ അതിൻ്റെ ഒരു കളർ കുറച്ചുകൂടി ഒരു ഡാർക്ക് ഓറഞ്ചിലോട്ട് പോകും കണ്ടോ, ഡാർക്ക് ഓറഞ്ചായിട്ട് നമ്മുടെ കോണ് മാറും. അതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പോൾ നമ്മൾ അത് പെട്ടെന്ന് വേവിച്ചെടുക്കുന്നു. പിന്നെ വേറെ ഒന്നും അധികം ചിന്തിക്കാനൊന്നുമില്ല, നമ്മൾ ചട്ടി വെക്കുന്നു, സംഭവങ്ങൾ പെട്ടെന്ന് റെഡിയാക്കുന്നു. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റിൽ പിള്ളേർ വന്ന് പെട്ടെന്നൊരു സ്നാക്ക് താമയെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒന്ന് കോണൊക്കെ റെഡിയാക്കി ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്ന സംഭവമാണ്. പിന്നെ പിള്ളേരാകുമ്പം അത് പെറുക്കി ആ മസാലയുടെ ടേസ്റ്റൊക്കെ ആകുമ്പോൾ അതങ്ങ് കഴിച്ചോളും. പിന്നെ ആദ്യമായിട്ട് നമുക്ക് വേണ്ട ഒരു ചട്ടിക്കകത്ത് ബട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ബട്ടറാണ് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് വരുന്നത്. ഞാൻ ബട്ടർ ഇവിടെ യൂസ് ചെയ്യുന്നില്ല. നമ്മളിവിടെ നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള നെയ്യാണ് ഞാൻ ഒഴിക്കുന്നത്. ഒരു കുഞ്ഞ് ടേബിൾ സ്പൂൺ നെയ്യ് പോലെ ഒഴിച്ചു. അതെൻ്റെ കുഞ്ഞ് സ്പൂൺ ആയതുകൊണ്ട് കേട്ടോ ഞാൻ 4-5 പ്രാവശ്യം ഒഴിച്ചത്. എന്നിട്ട് അതിനകത്തുള്ള ഒരു വെള്ളമില്ലേ, നമ്മൾ വെള്ളം ഊറ്റി കളഞ്ഞു, എന്നാലും അതിനകത്തൊരു ചെറിയൊരു വെള്ളമയം ഉണ്ടാവില്ലേ, ആ വെള്ളമയം ഒന്ന് മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് ഫുൾ ഫ്ലെയിമിലിട്ടങ്ങോട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് അത് ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, അതിനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാനാണ് അടുത്ത പരിപാടി. ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മസാലകൾ ചേർക്കുക, പിന്നെ കഴിക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. അപ്പോൾ ഡ്രൈ ആയി വരുന്നുണ്ട് നമ്മുടെ ഇവിടെ. ഇനി നമുക്ക് മസാലകൾ ചേർക്കാം. അപ്പോൾ ഡ്രൈ ആകുന്ന ഒന്നുകിൽ നിങ്ങൾക്ക് വെള്ളത്തിനകത്ത് ഉപ്പിട്ട് വേവിക്കാം, അതല്ല എങ്കിൽ പിന്നീട് ഉപ്പിട്ടാലും മതി. ഞാൻ ഉപ്പിടാതെയാണ് വെള്ളം വേവിക്കുന്നത് കേട്ടോ, ആദ്യം വേവിച്ചപ്പോൾ. അപ്പം ഞാനിവിടെ ഉപ്പ് ഇപ്പോഴാണ് ചേർക്കുന്നത്. അത് വേണമെങ്കിൽ വെള്ളത്തിനകത്തിട്ടും വേവിച്ച് അതിനകത്തോട്ട് നമുക്ക് ഉപ്പ് പിടിച്ച് കിട്ടും. ഓക്കെ, സോ ഞാനിവിടെ ഉപ്പ് എടുക്കുകയാണ്. റോക്ക് സാൾട്ടാണ് ഞാനിവിടെ ചേർത്തത്. അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഒന്നുകിൽ മുളക് പൊടി ചേർക്കാം, ഇല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം. ഞാനിവിടെ കുഞ്ഞാപ്പിക്ക് കൊടുക്കേണ്ടതുകൊണ്ട് ഇത് രണ്ടും ഞാൻ ചേർത്തിട്ടില്ല, അവർക്ക് എരിവ് പറ്റത്തില്ല. അപ്പം പിന്നെ കുറച്ചൊരു ഗരം മസാലയും കൂടി ചേർക്കുക, ഒരു നുള്ളു ഗരം മസാലയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വീണ്ടും ഒന്ന് ചൂടാക്കി ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ, ആ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒന്നും കൂടി ഒന്ന് ഇളക്കി എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിനായിട്ടുള്ള ചാട്ട് മസാല എന്ന് പറയുന്നൊരു മസാല അതും കൂടി അങ്ങ് ചേർക്കുക. ആവശ്യത്തിന് ചേർക്കാവുള്ളൂ, ഒത്തിരി ഒന്നും ചേർക്കാത്ത. ഒത്തിരി ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതൊരു കുറച്ച് ചേർത്ത് അതിൻ്റെ ഒന്ന്
എന്താ പറയുക പച്ചമണം ഒന്ന് മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് കഴിക്കാം. ഇതിനകത്ത് സവാള ഉള്ളിയൊക്കെ മുറിച്ചിട്ടൊക്കെ കഴിക്കാം കേട്ടോ. അതൊന്നും ഞാനിവിടെ ചെയ്യുന്നത്, ഞാനിങ്ങനെ ഡയറക്റ്റാണ് കഴിക്കാറ്. എല്ലാവർക്കും ഇവിടെ ഇഷ്ടമാണ് താനും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മറന്നു പോകണ്ട. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ ഒന്ന് ഓർക്കുക. എന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം അല്ലേ? അപ്പം എല്ലാവർക്കും ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.